ഓരോ ചെറിയ സൗന്ദര്യപ്പിണക്കവും കാര്യങ്ങളൊക്കെ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. ആളുകൾ എല്ലാവരും കൂടെ വലിച്ചു നീട്ടി നമ്മൾ ആ വീട്ടിനകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് പൊളിറ്റിക്കലി ഉള്ള വിയോജിപ്പുകൾക്കപ്പുറം ആ വീട്ടിലെല്ലാവരും ഭയങ്കര രസമാണ്, സ്നേഹമാണ് എല്ലാവരും. നമ്മൾ ചലഞ്ചേഴ്സ് ഒന്നും ഞങ്ങളെ തന്നെ തെറ്റിദ്ധരിച്ചു കൊണ്ടിട്ട് 1.5 മാസമായിട്ട് എന്നെ ബുള്ളി ചെയ്യാൻ തുടങ്ങി. ശരിക്കും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടി ആരും പോകരുത്. അതായത് ഈ എന്തോ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ല. അപ്പൊ അതേമാതിരി ഇവിടെ ആക്കണം എന്നുള്ളൊരു സംഭവം. പക്ഷെ അതല്ല. ഈ കുട്ടികളൊക്കെ എനിക്ക് 3 വർഷമായിട്ട് അറിയുന്നതാണ്. നമുക്കറിയാം, നിങ്ങൾക്ക് അറിയായിരിക്കും. 10-14 വർഷമായിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ സൈബർ അടങ്ങളിൽ ബുള്ളിങ് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അത്തരം മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇത്തരത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കുട്ടികൾ വന്ന സമയം മുതൽ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവരോട് അവർ അത്രയും അടുത്താണ്, എല്ലാരെ പോലെ അല്ല, അത്രയും അടുത്ത് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ തന്നെയാണ് അവരുടെ അടുത്തേക്ക് പോയതും അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുത്തതും. കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോ മീൻസ് ലാലട്ടൻ കൂടി ഉൾപ്പെട്ട ഒരു പ്രൊമോ വന്നിരുന്നു. എങ്ങനെ ആതിരനെ എങ്ങനെയാ സഹിക്കുന്നത് എന്നുള്ളൊരു സംഭവം. അല്ല ഞാൻ ചോദിക്കട്ടെ, പൊതുവിടത്തില് ഭാര്യ ഭർത്താക്കന്മാര് സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ വാപ്പ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ വാപ്പച്ചി എന്റെ ഉമ്മച്ചിയെ സഹിക്കണം ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും. ഞാന് എന്താടാ പറയാണ്ടാ, പെട്ടുപോയില്ലേടാ. ഇത് എന്തുകൊണ്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് സംസാരിക്കുമ്പോ ഇത്രമാത്രം പ്രശ്നമാവുന്നത്? ബിക്കോസ് അവരെ തമ്മിൽ തെറ്റിച്ച് അവരെ അങ്ങ് വലിച്ചു കീറി അവരെ ജീവിതം അങ്ങ് നശിപ്പിക്കണം എന്നാ എന്തോ ഒരു സന്തോഷവും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ അത് തമാശയാണോ സീരിയസ് ആണോ അല്ലെങ്കിൽ അത് ഹ്യൂമർ ആണോ എന്നുള്ളത് നിശ്ചയിക്കുന്നത് ബിഗ് ബോസ് ആണ്. എപ്പിസോഡ് കണ്ടപ്പോ നമുക്ക് എന്താ ഫീൽ ചെയ്തത്? അതിനകത്ത് നിങ്ങൾ പറയുന്നത് ആയിരുന്നോ എപ്പിസോഡ്? അല്ല, സ്വാഭാവികമായിട്ടും അത്രേ ഉള്ളൂ. അവർക്ക് TRP വേണം. അവർ ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈവൻ ഇപ്പൊ നിങ്ങൾ പോലും അതിൽ നിന്ന് എന്റെ ഒരു പോയിന്റ് ഓഫ് അതിന് ചോദിക്കുന്നത് ബിക്കോസ് ഓഫ് ആദില നൂറ മാത്രം. ദിയാസനയിലുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിവരും. ബിക്കോസ് ഓഫ് ആദില നൂറ എന്താണ് നിങ്ങൾ അറിയുന്നത്. ഇപ്പം നൂറയുടെ ഫാമിലി വന്ന് അങ്ങനെ ചെയ്യുന്നു, ആദിലയുടെ ഫാമിലി വന്ന് അതിനൊന്നും നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് അവര് പറയണം. അവരുടെ ഇടയിൽ ഒരു ഇതുമില്ല. അവരുടെ ഇടയിൽ മൊമെന്റ്സുകളുണ്ട്, നല്ല നല്ല സ്വീറ്റ്സ് മൊമെന്റ്സുകളുണ്ട്. അവരുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടാവും, ഇമോഷൻസ് ഉണ്ടാവും. എല്ലാ മനുഷ്യരിലും ഇല്ലേ? പക്ഷെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാല് ഞാൻ പെട്ടുപോയില്ലേ എന്നൊരു ഒരു സംഭവമാണ് ഇപ്പൊ ഓടിക്കൊണ്ട് നിൽക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റന്റിനെ ബൂസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? അതായത് PR വർക്കാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മള് ഈ ബിഗ് ബോസുകളിൽ PR വർക്ക് ഇല്ലാത്ത ഒരു ചരിത്രമാണ്. അല്ല, എന്നാലും ഇപ്പൊ ആദില നൂറയ്ക്കെതിരെ പർപ്പസ്ഫുള്ളി അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടസ്റ്റന്റിന്റെ PR സൈഡിൽ നിന്ന് ഉള്ള അറ്റാക്സ് വരാറുണ്ടോ? ഞാൻ PR വർക്ക് എന്നേ പറയുള്ളൂ. കാരണം ഇത് എത്ര മാത്രം മനുഷ്യരാണ് ഇത് ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മള് ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരെന്ന് നമ്മൾ അവരെ പറയും. ഇതിനകത്ത് ഇപ്പം അത് സ്വന്തം ഇത് PR ആയിട്ടുള്ള സ്വന്തം കൂട്ടുകാരുടെ PR ആണോ, അല്ലെങ്കിൽ ഇനി അത് മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ PR ആണോ, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസ്? അവിടെ ഒരുവിധം കണ്ടസ്റ്റൻസുകൾക്ക് PR ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതില നൂറയെ സംബന്ധിച്ചിടത്തോളം അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് മനുഷ്യരുണ്ട്, അവരുടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഞാനുണ്ട്. അപ്പം അത് നല്ല കുറച്ച് അത് ഈ വിങ്സ് ഓഫ് ആദില എന്ന് പറയുന്ന ഒരു ടീം ആയിക്കോട്ടെ, ആദില നൂറയുടെ ഒരു ടീം ആയിക്കോട്ടെ, ആദില നൂറയുടെ തന്നെ ഒരു എന്താ ഇൻസ്റ്റഗ്രാം ടീം ആയിക്കോട്ടെ, ഇവരൊക്കെ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കുറെ പിള്ളേർ, അത് ജനുവൻ ആയിട്ടുള്ള പിള്ളേരെ. ഇപ്പൊ അവര് വന്നൊരു കമന്റ് ഇട്ടാൽ പോലും ഈ മറ്റു PR വർക്കിന്റെ ടീമുകാർ അതിന്റെ അടിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ടങ്ങ് പുള്ളിങ്. അത് ആരാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ഈവൻ ഞങ്ങള് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആദില നൂറയോട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും അവർക്ക് എതിരെയുള്ള PR-കളാണെന്ന് മാത്രമേ വിശ്വസിക്കുള്ളൂ. ഒരാൾ പറഞ്ഞത് ഈ PR വർക്ക് ചെയ്യുന്ന ആൾക്കാര് വോട്ടിങ് വരെ വോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള സംഭവം പറയും. അങ്ങനെ ശരിക്കും ഉണ്ടോ? ഉണ്ട് തോന്നിയിട്ടുണ്ട്. ഉണ്ട്. അതിപ്പോ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഉണ്ട്. അതായത് വോട്ട് ചെയ്യുന്നത് വോട്ടടിച്ച് കയറ്റുന്നതാണ്. ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടസ്റ്റന്റ് മത്സരിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടസ്റ്റൻസിന്റെ കുറച്ച് പൈസ ഉണ്ടാവണം, അവർക്കൊരു PR ഉണ്ടാവണം, അവർക്കൊരു ടീം ഇല്ലെങ്കിൽ ആ മത്സരത്തിനോട് ഒരു മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ ജയിക്കാൻ ചാൻസ് ഇല്ല. എനിക്കിപ്പോ കഴിഞ്ഞ ജിഷിൻ ഔട്ടായതായിക്കോട്ടെ, ശരത്തിന്റെ എവിക്ഷൻ ആയിക്കോട്ടെ, എനിക്ക് അതൊക്കെ ഒരു അൺഫെയർ എവിക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ അവിടെ
മീൻസ് അവര് വലിയ രീതിയിൽ ഒരു വിന്നർഷിപ്പ് ക്വാളിറ്റി എന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുള്ള